അഗ്നിതാണ്ഡവം ലാസ്റ്റ് പാർട്ട്. ജീവൻ തനിക്കറിയാവുന്ന ബാക്കി കാര്യങ്ങളും കൂടി പറഞ്ഞു നിർത്തി. ദേവേട്ടനെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അറിയിക്കണം. ആരോഹിയുടെ പോക്ക് അത്ര നല്ലതല്ല. നന്ദി അത് പറഞ്ഞപ്പോൾ ജീവൻ ഒന്ന് തലകുലുക്കിക്കൊണ്ട് തുടർന്നു. ചിലപ്പോൾ ആ ആകാശ് നമ്മളോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ റിവെഞ്ച് ചെയ്യാനാകും ആരോഗ്യെ സ്നേഹിച്ചതുപോലും. അവൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ ഒരു അവസാനം വേണം. ഞാൻ നാളെ ക്ലാസ് കഴിഞ്ഞ് ദേവേട്ടൻ്റെ ഓഫീസിലേക്ക് പോകാം. ഇനി ഒട്ടും താമസിപ്പിക്കാതെ കാര്യങ്ങളെല്ലാം ദേവേട്ടനെ അറിയിക്കണം. അതാ നന്ദേ നല്ലത്. ജീവനും നന്ദ പറഞ്ഞതിനെ അനുകൂലിച്ചു. അന്ന് വൈകിട്ട് ജീവൻ നന്ദയെ ഹോസ്റ്റലിലാക്കി കൊടുത്തു. മുത്തശ്ശിക്ക് വയ്യാതിരുന്നതുകൊണ്ട് പിറ്റേ ദിവസം ആരോഹിയും ജീവനും കോളേജിൽ പോയിരുന്നില്ല. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ ശേഷം മുത്തശ്ശി അഗ്നിയും കാണാൻ പോകാമെന്നാണ് നന്ദ തീരുമാനിച്ചത്. വൈകിട്ട് അഗ്നിയുടെ ഓഫീസിലേക്ക് നന്ദ നടക്കുമ്പോൾ തന്നെ പുറത്തൊരു മഴയ്ക്ക് വാനം വട്ടം കൂടുന്നുണ്ട്. കുട ബാഗിലുണ്ടെന്ന് നന്ദയൊന്ന് ഉറപ്പുവരുത്തി. ഫിഫ്ത്ത് ഫ്ലോറിൽ അഗ്നിയുടെ ക്യാബിൻ ഡോറിൽ നോക്ക് ചെയ്ത് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് നന്ദ. അപ്പോഴാണ് നടക്ഷി അതുവഴി വന്നത്. നന്ദ എന്താ ഇവിടെ വെയിറ്റ് ചെയ്യുന്നേ? സാർ അകത്തുണ്ട്, കയറിക്കോളൂ. പുറത്ത് നന്ദയാണ് നിൽക്കുന്നതെന്ന് സാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അതാ അകത്തേക്ക് വിളിക്കാൻ താമസിക്കുന്നതേ. സാറില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം നടക്ഷ. നന്ദ മറുപടി പറഞ്ഞെങ്കിലും നടക്ഷ അത് സമ്മതിച്ചു കൊടുത്തില്ല. അത് നല്ല കാര്യമായി. സാറിൻ്റെ വൈഫിനെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞ് എൻ്റെ പണികളെയോ? ചെറു ചിരിയോടെയാണ് നടക്ഷ ചോദിക്കുന്നത്. അഗ്നിയും നന്ദയുമായുള്ള യാതൊരു പ്രശ്നങ്ങളും അവൾക്കറിയില്ല. നടക്ഷയ്ക്കെന്നല്ല, അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ നല്ല ഹാപ്പി കപ്പിളാണെന്നാണ് എല്ലാവരുടെയും ധാരണ. സർ, പാർവതി മേഡവുമായിട്ട് എന്തോ ഡിസ്കഷനാണ് കേട്ടോ. അതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. നന്ദ കയറിക്കോളൂ, ഞാനല്ലേ പറയുന്നത്. ഒടുക്കം മനസ്സില്ലാ മനസ്സോടെ നന്ദ ക്യാബിൻ ഡോർ തുറന്ന് അകത്ത് കയറി. അഗ്നിയുടെ ഷട്ടിൽ പറ്റിയിരിക്കുന്ന എന്തോ ഒന്ന് തുടച്ചു മാറ്റുകയാണ് പാർവതി. നന്ദയുടെ നെറ്റി ചുളുങ്ങി. അവൾ പാർവതിയെ അഗ്നിയെ മാറി മാറി നോക്കി. നന്ദയെ ആ നേരത്ത് പ്രതീക്ഷിക്കാതെ അവിടെ കണ്ടതും അഗ്നിയുടെ മുഖമൊന്ന് വിടർന്നെങ്കിലും തലേന്നത്തെ പ്രവൃത്തികൾ മനസ്സിലേക്ക് കടന്നു വന്നതും അവൻ്റെ മുഖഭാവം ഞൊടിയിടയിൽ മാറി. സോറി നന്ദ. പാർവതി നന്ദയെ കണ്ടതും പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. അവൾ തങ്ങളെ തെറ്റിദ്ധരിച്ചു നോക്കുമോ എന്ന ചിന്തയിൽ പാർവതി അറിയാതെ പറഞ്ഞു പോയതാകുമെന്നാണ് അഗ്നി കരുതിയത്. പക്ഷേ അതിനു പിന്നിലെ ദ്വയാർത്ഥം നന്ദയ്ക്കും പാർവതിക്കും മാത്രമേ മനസ്സിലായുള്ളൂ. നീ എന്താ ഇവിടെ? തീർത്തും പരുക്കനായുള്ള അഗ്നിയുടെ ചോദ്യം കേട്ടതും നന്ദയ്ക്ക് പിന്നാലെ വന്ന് നടക്ഷയും വല്ലാതായി. ഡോറിൽ നോക്ക് ചെയ്തിട്ട് വരണമെന്ന് നിനക്കറിയില്ലേ? അതിനുള്ള കോമൺ സെൻസ് ഇല്ലേ നിനക്ക്? തലേന്നുള്ള പ്രവൃത്തികളുടെ ഓർമ്മയിൽ അഗ്നിയുടെ ഉള്ളിലെ കോപം തിളച്ചു മറിയുകയാണ്. സാർ, നന്ദ നോക്ക് ചെയ്തിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തതാണ്. ഞാനാണ് കയറിക്കോളാൻ പറഞ്ഞത്. നടക്ഷി ഇടയ്ക്ക് കയറി പറഞ്ഞു തുടങ്ങിയതും അഗ്നി അവളെ കൈയെടുത്ത് ഉയർത്തി തടഞ്ഞു. ഞാൻ സംസാരിക്കുന്നത് അളകനന്ദയോടാണ്. അഗ്നിയുടെ ആ മറുപടിയിൽ നടക്ഷി തലകുലുക്കി മിണ്ടാതെ നിന്നു. സോറി. നന്ദ അതും പറഞ്ഞ് വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പറയാമെന്നത് പറഞ്ഞിട്ട് പോ. ഒട്ടും അയവില്ലാതെയുള്ള അഗ്നിയുടെ ശബ്ദം. നന്ദ നടക്ഷയും പാർവതിയും മാറി മാറി നോക്കി. അല്പം പേഴ്സണലാണ്. നന്ദയുടെ ആ സംസാരം കേൾക്കെ നടക്ഷ വേഗം പുറത്തേക്ക് ഇറങ്ങി. പാർവതി പിന്നെയും അവിടെ തുടർന്നു. നന്ദയുടെ മൂക്കിൻ തുമ്പ് വരെ എത്തിയ ദേഷ്യം അണ പൊട്ടി ഒഴുകാൻ അധികം സമയം വേണ്ടി വന്നില്ല. പാർവതിയും കൂടി ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. പിന്നെയും പുറത്തിറങ്ങാതെ പാർവതി അവിടെ തന്നെ നിൽക്കുന്ന കണ്ടതും നന്ദയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചു. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നന്ദയുടെ സ്വരം. ദേവം പറയട്ടെ ഞാൻ പോകാൻ? എങ്കിൽ മാത്രമേ ഞാൻ പോകൂ. പാർവതിയുടെ ധാർഷ്ട്യം നിറഞ്ഞ സംസാരം. ദേവം പറ, ആര് നിൽക്കണം, ആര് പോകണം? നന്ദസ്വരം പരമാവധി മയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പാർവതി പ്ലീസ്. പുറത്തേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് അഗ്നി അത് പാർവതിയോട് പറഞ്ഞതും നന്ദയുടെ മുഖത്ത് അത്ര ചെറുതല്ലാത്ത ഒരു ചിരി വിടർന്നു. പാർവതി അത് കൃത്യമായി കാണുകയും ചെയ്തു. രൂക്ഷമായി നന്ദയെ ഒന്ന് നോക്കിക്കൊണ്ട് പാർവതി പുറത്തേക്ക് നടന്നു. അതേസമയം പാർവതിയുടെ മനസ്സിൽ മറ്റു പല ചിന്തകളായിരുന്നു. എന്ത് വില കൊടുത്തും അഗ്നിയെ സ്വന്തമാക്കുമെന്ന് പാർവതി മനസ്സിൽ ചിന്തിച്ച നിമിഷം കൂടിയായിരുന്നത്. പാർവതി ഇറങ്ങിപ്പോയ ശേഷം അഗ്നിക്ക് എതിർവശത്തായുള്ള ഒരു കസേരയിൽ നന്ദയിരുന്നു. ദേവേട്ടാ, എനിക്ക് ദേവേട്ടനോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. നന്ദ അത്രയും പറഞ്ഞപ്പോൾ തന്നെ കൈ ഉയർത്തി അവനവളെ തടഞ്ഞു. അളകനന്ദയ്ക്ക് വേണ്ടത് ഇതല്ലേ?
അവനൊരു പേപ്പർ എടുത്ത് അവളുടെ നേരെ നീട്ടു. ഇന്നാ, എൻ്റെ ഒരു ഒപ്പിന് വേണ്ടിയല്ലേ നന്ദ ഇത്ര നാളും എൻ്റെ പിന്നാലെ അലഞ്ഞത്. വാങ്ങൂ. അവൾ വാങ്ങാൻ മടിച്ചു നിൽക്കുന്നത് കണ്ടതും അവൻ അത് അവൾക്ക് മുൻപിലേക്ക് വെച്ചു. നന്ദയൊന്നറിയാതെ ഏങ്ങിപ്പോയി. കണ്ണുകൾ ചുവന്നു നിറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് നന്ദ ആ ഡിവോഴ്സ് പേപ്പർ അഗ്നിക്ക് കൊടുത്തത് അഗ്നി പാർവതിയെ പ്രണയിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ സമയത്താണ്. പിന്നീട് എപ്പോഴോ ആണ് നന്ദ അവൾ പോലും അറിയാതെ അഗ്നിയെ പ്രണയിച്ചു തുടങ്ങിയത്. അന്നൊരിക്കൽ ആരോഗ്യോട് വാശിപ്പുറത്ത് ജയിക്കാൻ വേണ്ടി അഗ്നിയെക്കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിപ്പിക്കുന്നു പറഞ്ഞെങ്കിലും ഈ ഒരു നിമിഷത്തെ നന്ദ ഒരുപാട് ഭയന്നിരുന്നു. കാര്യം കഴിഞ്ഞല്ലോ, ഇനി നന്ദയ്ക്ക് പോകാം. അതുകൂടി കേട്ടതോടെ നന്ദ നാവ് വിലുങ്ങിയതുപോലെ അഗ്നിയെ നോക്കി. പറയാൻ വന്നതൊക്കെ മറന്ന് നന്ദയുടെ മനസ്സൊരു വെള്ളപ്പേപ്പർ പോലെയായിരുന്നു. നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കാൻ പോലും മറന്ന് ആ പേപ്പറും കയ്യിലെടുത്തുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. അതേസമയം അഗ്നിയിലും നിറഞ്ഞു നിന്നത് ഒരുതരം നിർവികാരതയായിരുന്നോ. കാര്യം വെറും വാശിപ്പുറത്താണ് നന്ദ അവനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതെങ്കിലും പോകെ പോകെ അവൾ അവനെ മനസ്സിലാക്കുമെന്നും തിരിച്ചു പ്രണയിക്കുമെന്നും അവനും ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹങ്ങൾക്ക് കൂടിയാണ് ഇന്നീ നിമിഷം തിരശീല വീണിരിക്കുന്നത്. ഡോർ തുറന്ന് നന്ദ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഗ്നിയുടെ ക്യാബിൻ്റെ മുമ്പിൽ തന്നെ പാർവതി ഉണ്ടായിരുന്നു. നന്ദയുടെ മുഖത്തെ കണ്ണീരും കയ്യിലെ പേപ്പറും കണ്ടപ്പോൾ തന്നെ പാർവതി കാര്യങ്ങൾ ഏകദേശം ഊഹിച്ചിരുന്നു. കിട്ടിയോ നന്ദ? നന്ദയെ നോക്കി ഒരു പുച്ഛത്തോടെയാണ് പാർവതി അത് ചോദിച്ചത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നന്ദ എന്തായാലും വരണം ഞങ്ങളുടെ വിവാഹത്തിന്. ദേവനാണ് ധൃതി, എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന്. മുഖത്തൊരു നാണം വരുത്തി പാർവതി അത് പറയുമ്പോൾ നന്ദ അവളെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. സാരിയാണ് വേഷം. നന്നേ വെളുത്ത് കൊലുന്നനെ ആര് കണ്ടാലും ഒരിക്കൽ കൂടി നോക്കുന്ന അത്ര സൗന്ദര്യം. പാർവതിയോട് മറുത്തൊന്നും പറയാതെ നന്ദ പുറത്തേക്ക് നടന്നു. പുറത്തു മഴ ചെറുതായി ചാറിത്തുടങ്ങി. നന്ദയ്ക്ക് കണ്ണു നിറഞ്ഞിട്ട് മുന്നോട്ടുള്ള വഴി കാണാൻ കഴിയാത്തതുപോലെ തോന്നി. മഴയ്ക്ക് ശക്തി പ്രാപിക്കാൻ അധികം നേരം വേണ്ടി വന്നില്ല. തലച്ചു പെയ്ത മഴ അവളെ ഒന്നാകെ നനച്ചു. ഇട്ടിരുന്ന ചുരിദാറും മുടിയും എല്ലാം അവളിലേക്ക് ഒട്ടി തന്നെ ചേർന്നു. മഴയെ വകവയ്ക്കാതെ റോഡരികിലൂടെ നടന്നു പോകുന്നവളെ ബസ് സ്റ്റോപ്പിലും കടകളുടെ അരികിലുമൊക്കെയായി മഴ നനയാതെ കയറി നിൽക്കുന്നവർ ഒട്ടൊരത്ഭുതത്തോടെ നോക്കി. കയ്യിലിരുന്ന പേപ്പർ നനഞ്ഞു കുതിർന്നു. അവൾ ആ നടപ്പ് തുടർന്നു. നന്ദ പോയതും പാർവതി നേരെ അഗ്നിയുടെ ക്യാബിനിലേക്ക് ചെന്നു. കയ്യിൽ തലതാങ്ങി കുനിഞ്ഞിരിക്കുന്നവനെ അവൾ നോക്കി നിന്നു. ദേവാ! പാർവതി മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. അവളില്ലാതെ എനിക്കില്ല, എനിക്ക് പറ്റില്ല പാർവതി. കൈ തട്ടി മാറ്റിക്കൊണ്ട് അഗ്നിയത് പറഞ്ഞതും ധൃതിയിൽ കാറിൻ്റെ കീയുമെടുത്ത് പുറത്തേക്ക് ഓടിയതും പെട്ടെന്നാണ്. പാർവതിയുടെ മുഖം ഇരുണ്ടുപോയി. മഴയെ പോലും വകവയ്ക്കാതെ നടന്നു പോകുന്നവൾക്കരിവിൽ അവൻ്റെ കാർ വന്നു നിന്നു. അവൻ കുറച്ച് പാടുപെട്ടിരുന്നു നന്ദയെ കണ്ടുപിടിക്കാൻ. മഴവെള്ളം കുത്തിയൊലിച്ചൊഴുകുന്ന ഗ്ലാസ്സിനിടയിൽ കൂടി അഗ്നിയുടെ കണ്ണുകൾ 4 പാടും സഞ്ചരിച്ചു. ഒടുവിലാണ് അഗ്നി നന്ദയെ കണ്ടെത്തിയത്. നന്ദയ്ക്കരികിലായി കാർ നിർത്തി അഗ്നി മഴ നനഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു. പിന്നാലെ നടന്നുപോയി വിളിച്ചിട്ടും നന്ദ കേൾക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയവൻ ഓടിച്ചെന്ന് നന്ദയുടെ കൈ പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായി വരാൻ നന്ദയ്ക്ക് അല്പം സമയം വേണ്ടി വന്നു. അത്രയും അടുത്ത് അഗ്നിയെ കണ്ട മാത്രയിൽ മറ്റൊന്നും ചിന്തിക്കാതെ നന്ദ അവനെ ഇറുക്കിപ്പുണർന്നു. നന്ദയെ തിരിച്ചൊന്ന് കെട്ടിപ്പിടിക്കാൻ അഗ്നിക്ക് സെക്കൻഡുകൾ പോലും ആലോചിക്കേണ്ടി വന്നില്ല. ഒരു തുള്ളി വെള്ളത്തിന് പോലും ഒഴുങ്ങിയിറങ്ങാനിടാൻ ഇടം കൊടുക്കാതെ അഗ്നി അവളെ അവൻ്റെ നെഞ്ചോരം ചേർത്ത് അമർത്തിപ്പിടിച്ചു. ഏതോ സിനിമയിലെ മനോഹരമായൊരു രംഗം പോലെ തോന്നിച്ചു കണ്ടു നിന്നവർക്ക് ആ നിമിഷം. അല്പനേരത്തിന് ശേഷം അവളുമായി കാറിലേക്ക് കയറുമ്പോഴാണ് അവനൊന്ന് ശ്വാസം നേരെ വീണത്. നന്ദയുടെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷൻ കണ്ടതും അഗ്നി ഒന്നും ചിന്തിക്കാതെ അത് വാങ്ങി പുറത്തേക്കെറിഞ്ഞു. സോറി. വളരെ ആർദ്രമായി നന്ദയുടെ കാതോരം ചുംബിച്ചുകൊണ്ട് അവനത് പറഞ്ഞതും ഞൊടിയിടയിൽ അവൾ ചുവന്നു. അവരുടെ കാറ് അമ്പലപ്പാട്ടെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നു. മഴ അപ്പോഴും മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താതെ പെയ്യുന്നുണ്ട്. വീശിയടിച്ച കാറ്റിൻ്റെ തണുപ്പിൽ നന്ദയ്ക്ക് ദേഹം വിറച്ചു. വേഷം മാറ്റി പുതിയതൊന്നും ധരിച്ച് ബ്ലാങ്കറ്റിനുള്ളിലേക്ക് ചുരുണ്ട് കയറിയവൾ
അല്പം താമസിയാതെ തന്നെ അഗ്നിയും അവൾക്കരികിലേക്ക് വന്നു കിടന്നു. നന്ദയുടെ മുഖം അഗ്നിയുടെ നെഞ്ചിലമർന്നു. അഗ്നി അവളുടെ മുടിയിഴകളിൽ അരുമയായി തലോടി. ഒരു മുയൽ കുഞ്ഞിനെപ്പോലെ അവനോട് പറ്റിച്ചേർന്ന് കിടന്നു പോയവൾ. അന്നേ ദിവസം ഏറെ വൈകിയാണ് അവരിരുവരും എഴുന്നേറ്റത്. അപ്പോഴാണ് വീട്ടിൽ പലരും നന്ദ ഇന്നിവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയുന്നത്. നന്ദയെ കണ്ട മാത്രയിൽ ജീവന്റെ മുഖം തെളിഞ്ഞെങ്കിലും ആരോഹിയുടെ മുഖം കറുത്തിരുന്നു. അന്നേ ദിവസം രാത്രി ഉറക്കം വരാതെ ബാൽക്കണിയിൽ നിൽക്കുവാണ് നന്ദ. അവൾക്കരികിലേക്ക് അഗ്നിയും വന്നു. അഗ്നി എന്തൊക്കെയോ പറയാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് നന്ദ കണ്ടതും അവൻ പറയുന്നത് കേൾക്കാനായി അവൾ ചെവിയോർത്ത് നിന്നു. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാം തുറന്നു പറഞ്ഞിട്ട് വേണം നമുക്ക് മുന്നോട്ടൊരു ജീവിതം. അഗ്നി പറയാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് പാർവതിയുമായി അവന് റിലേഷൻ ഉണ്ടെന്നുള്ളതാണെന്നും അത് നന്ദയെ പറ്റിക്കാൻ വേണ്ടി അവൻ പറഞ്ഞതാണെന്നുമാണ്. അല്പം വിക്കിയാണെങ്കിലും പറയാൻ വന്നത് അവൻ പറഞ്ഞു തീർന്നതും നന്ദയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ അപ്പോൾ നിറഞ്ഞ ചിരിയാണ്. നന്ദയുടെ ചിരി കാണിക്കെ അഗ്നിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. ഞൊടിയിടയിൽ അവൻ പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അവളുടെ കൈകൾ ഉയർന്നു താന്നത്. അഗ്നിയുടെ ഇടത്തെ കവിളത്ത് ചെറുതായിട്ട് ഒരു പുകച്ചിൽ അനുഭവപ്പെട്ടു. അടി കൊണ്ട് കവിളിൽ കൈ ചേർത്തുകൊണ്ട് അഗ്നി നന്ദയെ നോക്കി. അവളുടെ കണ്ണിലെ ചിരി മാറി അവിടെ ദേഷ്യം നിറഞ്ഞു. സോറി നന്ദേ. അവൻ്റെ ശബ്ദം കൂടുതൽ ആർദ്രമായി. ആ സമയം നന്ദ പാർവതിയെപ്പറ്റി അഗ്നിയോട് പറഞ്ഞു. നന്ദയും പാർവതിയും ഇതുവരെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും അഗ്നിക്കിപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം പിടികിട്ടി. പക്ഷെ പാർവതി ഈ പ്രശ്നങ്ങൾക്കിടയിലൂടെ ഇങ്ങനെയൊരു ചീപ്പ് ഗെയിം കളിക്കുമെന്ന് അഗ്നി സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതുകൊണ്ട് തന്നെ അതവനൊരു ഷോക്കായിരുന്നു. ദേവേട്ട, എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. പക്ഷെ കേട്ട പാതി ഏട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകരുത്. കാര്യം പറ നന്ദേ. പിന്നീട് നന്ദ പറഞ്ഞത് ആരോഹിയുടെ കാര്യങ്ങളാണ്. ആകാശിൻ്റെയും അവൻ്റെ ചേച്ചി അക്ഷിതയുടെയും കാര്യങ്ങൾ കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് അവൻ്റെ മൂക്കിൻ തുമ്പ് ചുവന്നു. നിന്ന നിപ്പിൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവൻ്റെ കയ്യിൽ അവൾ വട്ടം ചുറ്റിപ്പിടിച്ചു. ഇതാണ് ഞാനൊരു കാര്യവും പറയാത്തത്. പ്ലീസ് ദേവേട്ട, ഇപ്പോൾ പോയി ചോദിക്കരുത്. നന്ദ കെഞ്ചുന്നത് പോലെ പറഞ്ഞു. അവനൊന്ന് ശാന്തമായി. അന്നേ ദിവസം രാത്രി അഗ്നിയുടെ നെഞ്ചിൽ തലചേർത്ത് കിടക്കുവാണ് നന്ദ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ദേവേട്ട? അഗ്നിയുടെ നെഞ്ചിൽ വെച്ചിരുന്ന തല ഒന്നുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് നന്ദ അത് ചോദിച്ചത്. തൽക്കാലം നമുക്ക് പഴയതുപോലെ തന്നെ തുടരാം. കാര്യങ്ങൾ എവിടെ വരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അതിനവൾ മറുപടി പറഞ്ഞില്ല. പക്ഷേ അവനെ പുണർന്ന നന്ദയുടെ കൈകൾ കിറുക്കം കൂടി. അഗ്നിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിടർന്നു. പതിയെ അത് നന്ദയിലേക്കും വ്യാപിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ അലഞ്ഞു നടന്നു. നന്ദയുടെ ചിരി ആ റൂമിൻ്റെ 4 കോണുകൾക്കുള്ളിൽ തട്ടിച്ചിതറി. ഒടുവിൽ എപ്പോഴോ എല്ലാ അർത്ഥത്തിലും അവൻ അവളെ സ്വന്തമാക്കി. പിറ്റേന്ന് പതിവ് പോലെ നന്ദ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോയി. ആർട്സ് ഡേയുടെ പ്രാക്ടീസ് നടക്കുന്നതിനാൽ അവൾ കുറച്ച് തിരക്കായിരുന്നു. ആ ആഴ്ച അതുകൊണ്ട് തന്നെ അവൾക്ക് വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ അഗ്നിയുടെ കോളുകൾ ഒരു ദിവസത്തിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും നന്ദയെ തേടി എത്താറുണ്ട്. കാത്തിരുന്ന് ആർട്സ് ഡേയുടെ ദിവസം വന്നെത്തി. നന്ദയുടെ പ്രോഗ്രാം കാണാൻ അഗ്നിയും ഉണ്ടായിരുന്നു. പക്ഷെ നന്ദയുടെ പേര് ഒരുപാട് പ്രാവശ്യം അനൗൺസ് ചെയ്തിട്ടും അവൾ സ്റ്റേജിലേക്ക് വരാത്തത് കാരണം എല്ലാവരും പരസ്പരം നോക്കി. അഗ്നി ജീവനെ ഫോൺ വിളിച്ചു. നന്ദയെ കണ്ടോന്ന് ചോദിച്ചു. അവരിരുവതും അതുവഴി നടന്ന് നന്ദയെ അന്വേഷിച്ചു. അതിനിടയിൽ ആരിൽ നിന്നോ അവരറിഞ്ഞു നന്ദ ഡാൻസിൻ്റെ വേഷത്തിൽ ലൈബ്രറിയിലേക്ക് പോകുന്നത് കണ്ടുവെന്ന്. അഗ്നിക്കും ജീവനും ആ നിമിഷം അപകടം മണത്തു. അഗ്നി വേഗം ജീവൻ്റെ കൂടെ ലൈബ്രറിയിലേക്ക് പോയി. ലൈബ്രറി വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒരുവിധം വാതിൽ തള്ളി തുറന്ന് അവർ അകത്തേക്ക് കയറിയതും വെറും നിലത്ത് ബോധരഹിതയായി കിടക്കുന്ന നന്ദയാണ് കണ്ടത്. അവൻ്റെ കണ്ണുകൾ 4 പാടും സഞ്ചരിച്ചു. മേശപ്പുറത്തിരുന്ന പഞ്ഞിയും ബോധം കെടുത്താൻ വേണ്ടി ഉപയോഗിച്ച മരുന്നും ജീവനാണ് അഗ്നിക്ക് കാണിച്ചു കൊടുത്തത്. അഗ്നി ആ നേരം കൊണ്ട് നന്ദയെ തട്ടി വിളിച്ചു. എത്ര വിളിച്ചിട്ടോ അവൾ എഴുന്നേൽക്കാതായതോടെ അവനും ടെൻഷനായി. കൂടി നിന്ന കുട്ടികൾക്കിടയിൽ നിന്ന് ആരൊക്കെയോ വെള്ളം നിറച്ച ബോട്ടിലുകളുമായി ഓടി വന്നു. അല്പം വെള്ളം മുഖത്തേക്ക് ഒഴിച്ചതും നന്ദ പതിയെ കണ്ണ് തുറക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ടീച്ചേഴ്സ് വന്ന് അവളെ താങ്ങിപ്പിടിച്ചു. അഗ്നിയുടെ കണ്ണുകൾ ലൈബ്രറിയുടെ 4 പാടും സഞ്ചരിച്ചു. ഒടുവിൽ തേടി നടന്നതെന്തോ കണ്ടെത്തിയതുപോലെ അഗ്നിയുടെ കണ്ണിൽ ക്രൂരമായൊരു ചിരി വിടർന്നു. ശ്രീരാഗ് സാറിനെ മാത്രം അന്വേഷിച്ചു പോയവന്
അവൻ്റെ മുൻപിൽ ആകാശം കൂടി വന്നു പെട്ടതോടെ അഗ്നിയുടെ ദേഷ്യം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി. ഓടി വന്ന് ശ്രീരാഗിൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അഗ്നി അത് കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആകാശിൻ്റെ തല പിടിച്ച് അഗ്നി ചുവരിലേക്കിടിച്ചു. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായതോടെ കുട്ടികളെല്ലാവരും ഓടി ലൈബ്രറി കടന്നതും രക്ഷപ്പെടാനാവാതെ ആകാശും ശ്രീരാഗും അടികൊണ്ട് നിലത്തേക്ക് വീണു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോഹിക്ക് അതൊരു ഷോക്കായിരുന്നു. ഇന്നേരം കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി ആകാശും ശ്രീരാഗം ചേർന്ന് നന്ദയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണെന്ന്. ബോധം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദയെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അഗ്നിയാണ്. എന്താണ് നന്ദ സംഭവിച്ചത്? ഞങ്ങൾ ഡാൻസിന് വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ ആരോഹിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്, ലൈബ്രറിയിലേക്ക് വരാൻ. അവൾക്ക് വയ്യ, തല ചുറ്റുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടേക്ക് ചെന്നപ്പോഴാണ് ആകാശ് എന്നെ എന്തോ ഒരു പഞ്ഞി മൂക്കിലേക്ക് വെച്ച് ബോധം കെടുത്തിയത്. പിന്നെ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. കാറ്റുപോലെ അഗ്നി ആരോഹിയുടെ മുറിയിലേക്ക് പോയി. അവൻ്റെ കയ്യിൽ നന്ദയുടെ ഫോണും ഉണ്ടായിരുന്നു. ബെഡിൽ കണ്ണീർ വാർത്ത് കിടക്കുവാണ് ആരോഹി. അഗ്നി ആരോഹിയുടെ ഡോറിൽ നോക്ക് ചെയ്തു അക്ഷമയോടെ കാത്തു നിന്നു. ഡോർ തുറന്ന പാടെ അവൻ്റെ കയ്യ് ആരോഹിയുടെ മുഖത്ത് പതിഞ്ഞു. അവൾക്കൊന്നും മനസ്സിലായില്ല. നന്ദയുടെ ഫോണിൽ ആരോഹി അവൾക്കയച്ച മെസ്സേജ് അഗ്നി ആരോഹിക്ക് അഭിമുഖമായി പിടിച്ചു. എന്താ ഇതിൻ്റെ അർത്ഥം? നന്ദയ്ക്ക് അപകടം സംഭവിക്കാൻ കാരണം നീ ഈ മെസ്സേജ് അവൾക്ക് അയച്ചതുകൊണ്ടാണ്. നിനക്ക് ഇത്ര വൈരാഗ്യം ഉണ്ടായിരുന്നു അവളോട്? ഇല്ലേട്ടാ, ഞാനല്ല ഇത് അയച്ചത്. പിന്നെ എങ്ങനെയാണ് ഈ മെസ്സേജ് നിന്റെ ഫോണിൽ നിന്ന് പോയത്? ആരോഹി ഒന്ന് വെറിച്ചു. ആ സമയം എൻ്റെ ഫോണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലായിരുന്നു. ഏത് ഫ്രണ്ട്? അത് ഏട്ടനറിയില്ല. ആകാശാണോ ഫ്രണ്ട്? അവൾ മറുപടി പറയാൻ വൈകുന്നത് കണ്ടതും അഗ്നിയുടെ സർവ്വ നാഡീഞരമ്പുകളും പിടഞ്ഞു വന്നു. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. ആകാശം നീയുമായി എന്താണ് ബന്ധം? വളച്ചു കെട്ടാതെ അവൻ ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. അഗ്നിയുടെ കൈ ആരോഹിയുടെ മുഖത്ത് പതിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല പ്രേമിക്കാൻ. കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്ന ആ താൻ തോന്നി മാത്രമേ നിനക്ക് പ്രേമിക്കാൻ കിട്ടിയുള്ളൂ. അടുത്ത അടിക്കായി അഗ്നി കൈ ഉയർത്തിയപ്പോഴേക്കും ആരോഹി അവൻ്റെ കാൽക്കിലേക്ക് വീണ് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു. അഗ്നി ഒന്നും മിണ്ടാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ തിരികെ നന്ദയ്ക്കരികിൽ ചെന്നതും നന്ദ ഏതോ ഫോൺ കോളിലായിരുന്നു. ഇടയ്ക്ക് നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അഗ്നി ഒരുതരം ആകുലതയോടെ നന്ദയ്ക്കരികിലിരുന്നു. സാരമില്ലമ്മേ, എന്തായാലും അമ്മ എന്നെ വിളിച്ചല്ലോ, എനിക്കത് മതി, നന്ദ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. നന്ദ ഫോൺ വെച്ചപ്പോഴേക്കും അഗ്നി അവളെ തന്നെ നോക്കിയിരുന്നു. അമ്മയാണ് വിളിച്ചത്, കോളേജിലെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിച്ചതാ. എനിക്കെത്ര സന്തോഷമായെന്നറിയാമോ ഇത്രയും നാളുകൂടി അമ്മ എന്നെ വിളിച്ചപ്പോൾ. അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. പിന്നെയും ഒരാഴ്ച കഴിഞ്ഞൊരു സമയത്താണ് നന്ദയും അഗ്നിയും കുടുംബക്ഷേത്രത്തിൽ പോയത്. അതും അഗ്നിയുടെ നിർബന്ധം കാരണം. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന പാർവതിയെ കണ്ടതും നന്ദയുടെ മുഖം കറുത്തു. അത് കാണുക അഗ്നിക്ക് ചിരി പൊട്ടി. അഗ്നിയെ കണ്ടതും ദേവാന്ന് വിളിച്ച് പാർവതി അവൻ്റെ അരികിലേക്ക് വന്നു. പാർവതി, എനിക്ക് ആദ്യം തന്നെ നിന്നോട് ക്ഷമയാണ് ചോദിക്കാനുള്ളത്. അഗ്നിയുടെ ആ തുറന്നു പറച്ചിൽ കേട്ടതും നന്ദയും പാർവതി ഒരുപോലെ ഞെട്ടി. എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനു കൂടിയാണ് അറിയാതെയെങ്കിലും നിന്നെയും ഞാൻ ഈ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിട്ടത്. ഞാൻ നന്ദിയോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. നീ എൻ്റെ പ്രണയിനിയായിട്ട് വെറുതെ ആക്ട് ചെയ്തതാണെന്ന്. നിനക്കും അതെല്ലാം അങ്ങനെ ആയിരിക്കണം. അതിനപ്പുറം മറ്റെന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ നീ മറന്നു കളയണം. നന്ദയോട് എനിക്കുള്ള പ്രണയം നിന്നോളം മറ്റാർക്കും അറിയില്ല, ശരിയല്ലേ? ആ വെളിപ്പെടുത്തൽ അടിമുടി ഞെട്ടിയത് നന്ദയാണ്. എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം മാത്രം അഗ്നി മറച്ചു വെച്ചു. നന്ദയ്ക്ക് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞൊരു സന്ദർഭം കൂടിയായിരുന്നത്. അഗ്നിക്കൊപ്പം ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയപ്പോൾ പാർവതി അവിടെ നിൽക്കുന്നത് നന്ദ കണ്ടു. നന്ദയുടെ അതിരങ്ങളിൽ പാർവതിക്കായി ഒരു പുച്ഛ ചിരി വിടർന്നു. അപമാനഭാരത്താൽ പാർവതിയുടെ തല താഴ്ന്നുപോയി. മാസങ്ങൾക്ക് ശേഷം അന്ന് അഗ്നിയുടെയും നന്ദയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം തികയുന്ന ദിവസമായിരുന്നു. വൈകിട്ട് കോളേജിൽ നിന്ന് നന്ദയെ വിളിക്കാൻ വന്നതാണ് അഗ്നി.
തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ വേറെ ഏതോ വഴിയിൽ കൂടി അവൻ സഞ്ചരിക്കുന്നത് കണ്ടതും അവളൊരു സംശയത്തോടെ അഗ്നിയെ നോക്കി. സംശയിക്കണ്ട, വീട്ടിലേക്കല്ലടോ. നീ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മളങ്ങ് എത്തും. കൂടുതലൊന്നും ചോദിക്കാതെ നന്ദ കണ്ണുകളടച്ച് സീറ്റിലേക്ക് തലചാരി. ശരീരം കുത്തിത്തുളയ്ക്കുന്ന തണുപ്പേറ്റാണ് നന്ദ കണ്ണു തുറന്നത്. അപ്പോഴേക്കും അവർ ഏകദേശം സ്ഥലത്തെത്തി. തേയിലക്കാടുകൾക്ക് നടുവിൽ മോഡേൺ രീതിയിൽ പണി കഴിപ്പിച്ച ഒരു ഹട്ടായിരുന്നു അത്. അതിൻ്റെ ഒരു ഭാഗം മുഴുവനും ഗ്ലാസ് ആയിരുന്നു. ആ മനോഹരമായ കാഴ്ച ആസ്വദിച്ച് നിൽക്കുവാണ് നന്ദ. പോയി ഫ്രഷ് ആകും നന്ദ. ഡ്രസ്സെല്ലാം ആ ട്രോളി ബാഗിലുണ്ട്. അവൾ വിശ്വാസം വരാത്തതുപോലെ അഗ്നിയെ നോക്കി. അവനവളെ ഉന്തിത്തള്ളി ബാത്റൂമിലേക്ക് കയറ്റി. നന്ദ കുളിച്ചിറങ്ങി വരുമ്പോഴേക്കും അഗ്നി ആ ഗ്ലാസ് ഡോറിന് മറുവശം കയ്യിൽ 2 കപ്പ് കോഫിയുമായി നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദ അവനരികിലേക്ക് ചെന്ന് ഒരു കപ്പ് കയ്യിൽ വാങ്ങി. ചൂടുള്ള കാപ്പി കുടിച്ചു കഴിഞ്ഞതും അല്പം ഒരു ആശ്വാസം വന്നതുപോലെ ഇരുവർക്കും തേയിലത്തോട്ടത്തിനിടയിലേക്ക് സാവധാനം ആഴ്ന്നിറങ്ങുന്ന കോട നോക്കി ആ കാഴ്ച ആസ്വദിച്ചു നിൽക്കുവാണ് നന്ദ. അവളുടെ കാതോരം അഗ്നിയുടെ അതരങ്ങൾ. വയറിൽ അവൻ്റെ കൈയമർന്നു. മുഖം ചിരിച്ച് അവനെ നോക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ്റെ അതരങ്ങൾ അവളുടെ കഴുത്തിടുക്കിലേക്ക് അമർന്നു കഴിഞ്ഞിരുന്നു. അന്നേരം കൊണ്ട തേയിലക്കാടിനെ മുഴുവനായും കോടയും വിഴുങ്ങിയിരുന്നു. അവിടെ മാകെ വീശിയടിച്ച കാറ്റിനപ്പോൾ പ്രണയത്തിൻ്റെ ഗന്ധമായിരുന്നു. ആ രാത്രി അത് അവർക്കേറെ പ്രിയമുള്ള രാവായി മാറി. പുറത്തെ കുളിരും തണുപ്പും ഒപ്പം അവൻ പകർന്ന ചുടുനിശ്വാസവും. അവൻ്റെ ഓരോ മുത്തവും ഏറ്റുവാങ്ങിക്കൊണ്ട് ആ നെഞ്ചിൽ കവിൾ ചേർത്ത് ആ മനതാരിൽ ചുംബിച്ചുകൊണ്ട് നന്ദ കിടന്നു. അകല വാനിലെ താരകങ്ങളും പൂർണ്ണചന്ദ്രനും അവരുടെ പ്രണയരാവിന് സാക്ഷിയായി മാറിയപ്പോൾ പുറത്തെവിടെയോ പാതിരാക്കോഴി കൂവിയിരുന്നു. രാത്രി അതിൻ്റെ അന്ത്യാമത്തിൽ ചേക്കേറി. അപ്പോഴും അവൻ തൻ്റെ പാതിയുടെ പൂവുടൽ സ്വന്തമാക്കിയ ആഹ്ലാദത്തിൽ അവളെ ഇറുക്കി പുണർന്നു കിടന്നു. അപ്പോഴും ഒരു നനുത്ത ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധം അവിടെ മാകെ നിറഞ്ഞിരുന്നു. അവസാനിച്ചു. കഥ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് നൽകാൻ മറക്കല്ലേ.